NSSും SNDPയും ഒന്നിക്കുകയാണ്. കുറേ നാളുകളായി അകലത്തിലായിരുന്ന രണ്ട് സാമുദായിക സംഘടനകൾ ഒന്നിക്കുമ്പോൾ അത് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏത് തരത്തിലുള്ള സ്വാധീനങ്ങൾ ഉണ്ടാക്കും? തീർച്ചയായും ഒരു മാറ്റം ഉണ്ടാക്കും എന്നതിന് യാതൊരു സംശയവുമില്ല. പക്ഷെ എന്റെ ചോദ്യം അതല്ല. ഈ രണ്ട് ഈഴവനും നായരും ഒന്നിക്കുമ്പോൾ എന്റെ അഭിപ്രായത്തിൽ ഹിന്ദുക്കൾ മുഴുവൻ ഒന്നിക്കണം. ഈഴവനും നായരും മാത്രം ഒന്നിച്ചാൽ പോരാ. ഇവിടെ നമ്പൂരിയുണ്ട്, പിഷാരടിയുണ്ട്, മൂസദ്ദുണ്ട്, അങ്ങനെ കുറെ വിഭാഗങ്ങളുണ്ട്. ഇവരെല്ലാവരും തന്നെ പട്ടികജാതി, പട്ടികവർഗ അല്ലെങ്കിൽ മലയോര വർഗക്കാർ എല്ലാവരും ഒന്നിക്കണം. അത് ഒന്നിക്കുമ്പോഴാണ് കേരളത്തിൽ ഒരു മാറ്റം ഉണ്ടാവുകയുള്ളൂ. ആ മാറ്റം ഇനി ഉണ്ടായേ പറ്റൂ. ഇനിയെങ്കിലും അത് മനസ്സിലാക്കിയില്ലെങ്കിൽ ഈ ഒന്നിക്കലിനൊരു തുടക്കമായി ഇത് മാറും എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഇതിന്റെ വിഷയത്തിലേക്ക് കിടക്കാം. സത്യത്തിൽ സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയും ബദ്ധശത്രുക്കളായിട്ടാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഞാൻ പലപ്പോഴും നേരിട്ട് ഇവരോട് പറയണമെന്ന് പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്. എന്തിനാണ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അനാവശ്യമായി ചളി വാരി എറിഞ്ഞ് സമൂഹത്തിന്റെ മുന്നിൽ ഒരു മോശപ്പെട്ട കഥാപാത്രങ്ങളായി മാറുന്നത്? കാരണം നിങ്ങൾ രണ്ടുപേരും ഒരു വലിയ സമുദായത്തിന്റെ വലിയ ആ സ്ഥാനപതികളാണ്. അപ്പോ നിങ്ങൾ അനാവശ്യമായി അങ്ങോട്ടും, സത്യത്തിൽ അവരെ രണ്ടുപേരെയും ഒരു കയ്യിലെ പാവയായി കളിപ്പിക്കുകയായിരുന്നു ഈ ഇവിടത്തെ രണ്ട് മാറി മാറി ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ. അതിന്റെ ഒപ്പം ഇവിടുത്തെ മറ്റു സമുദായത്തിലെ മുസ്ലിം ലീഗ് പോലെയുള്ള സംഘടനകളും. അത് ഇവർക്ക് മനസ്സിലായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോ അവർക്കത് മനസ്സിലായി കാണുമായിരിക്കാം. അതാണ് ഇപ്പോൾ അവർ ഒന്നിക്കാൻ പോകുന്നു എന്ന പ്രസ്താവനയുമായി വന്നിരിക്കുന്നത്. പക്ഷേ അത് പ്രസ്താവന മാത്രം പോരാ. അവര് ഒന്നിച്ചിരുന്ന് വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രൊജക്ട് തന്നെ തയ്യാറാക്കണം. എന്തിനാണ് മറ്റുള്ളവർ ഇവർ ഒന്നിക്കുമ്പോ ഞെട്ടുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഒരു കാര്യം ഓർക്കണം, ഇവിടെ ന്യൂനപക്ഷം എന്ന പേരിൽ ആദ്യമായിട്ട് പക്ഷങ്ങൾ ഇവിടുത്തെ ആനുകൂല്യങ്ങൾ മുഴുവൻ തട്ടിക്കൊണ്ടുപോകുന്നു എന്ന് വെള്ളാപ്പള്ളി അല്ല ആദ്യം പറഞ്ഞത്. അതെല്ലാവരും മറന്നുപോയി. വെള്ളാപ്പള്ളി അത് പറഞ്ഞപ്പോഴാണ് അയാൾ വർഗീയവാദിയായി, എന്തൊക്കെ ഈ ജിഹാദികൾ വിളിച്ചു പറയുന്നു, എന്തൊക്കെ ഈ മുസ്ലിം ലീഗ് വിളിച്ചു പറയുന്നു. സത്യത്തിൽ വെള്ളാപ്പള്ളി സത്യമല്ലേ പറഞ്ഞത്? ഈ വെള്ളാപ്പള്ളി പറയുന്നതിന് മുന്നേ 1980 കാലഘട്ടത്തിൽ, 82 അല്ലെങ്കിൽ 83 കാലഘട്ടത്തിൽ AK ആന്റണി ഈ വിഷയം വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ സർക്കാരിന്റെ സകല ആനുകൂല്യങ്ങൾ അടിച്ചു മാറ്റുന്നു എന്ന്. അത് അനുഭവത്തിൽ വന്നപ്പോൾ, അന്നൊന്നും വെള്ളാപ്പള്ളി പറഞ്ഞിട്ടില്ല. ഇപ്പൊ വെള്ളാപ്പള്ളിക്ക് അത് അനുഭവത്തിൽ കൂടി മനസ്സിലായപ്പോൾ ആ പാവം മനുഷ്യൻ അത് വിളിച്ചു പറഞ്ഞു. ആ വിളിച്ചു പറഞ്ഞപ്പോ അദ്ദേഹം ഒരു തീവ്രവാദി, മത തീവ്രവാദിയാക്കി ചിത്രീകരിക്കാൻ തുടങ്ങി. ആ ഒറിജിനൽ തീവ്രവാദികൾ ഇവിടെ മതമാണ് എന്റെ ഐഡന്റിറ്റി എന്ന് പച്ചയ്ക്ക് പൊതുവേദികളിൽ നിന്ന് പ്രസംഗിക്കാം, ഒരു പ്രശ്നവുമില്ല. അത് മതേതരത്വം. വെള്ളാപ്പള്ളി സത്യം പറയുമ്പോ അദ്ദേഹം മത തീവ്രവാദി. ഇത് എവിടുത്തെ ന്യായം? അതുമാതിരി സുകുമാരൻ നായരെ ഇനി പറയാത്ത പച്ച തെറികളില്ല ഇവന്മാര്. അപ്പൊ ഇപ്പോഴാണ് ഇവർക്ക് രണ്ടുപേർക്ക് ഇത് മനസ്സിലായത്. ഇത് ഞങ്ങളെ കുരങ്ങ് കളിപ്പിക്കുന്ന ഒരു ഏർപ്പാടെന്ന് അവർ തിരിച്ചറിഞ്ഞു. അപ്പൊ അവർ ഒന്നിക്കാൻ പോകുന്നു. ആ ഒന്നിക്കുന്നു എന്ന് കേൾക്കുമ്പോ ഇവിടുത്തെ UDFനും ഇവിടുത്തെ LDFനും ഞെട്ടലാണ് വരുന്നത്. സംശയം വേണ്ട. എന്റെ അഭിപ്രായത്തിൽ ഈ ഈഴവ കമ്മ്യൂണിറ്റിയും നായർ കമ്മ്യൂണിറ്റിയും മാത്രം പോരാ, എല്ലാ ഹിന്ദു കമ്മ്യൂണിറ്റികളും ഒന്നിക്കണം. കാരണം ഞാൻ ഒരു കാര്യം പറയട്ടെ, മുസ്ലിങ്ങളിൽ തഗ്ലീബ്, മുജാഹിദ്, ജമായത്ത്, സുന്നി, ഷിയ, അങ്ങനെ കുറെ വിഭാഗങ്ങളുണ്ട്. ഇവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണമൊന്നും കഴിക്കില്ല. റാവുത്തർ, സേട്ട്, ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട്. സേട്ട് ഒരിക്കലും മലപ്പുറത്ത് പോയി കല്യാണം കഴിക്കില്ല. പക്ഷേ ഇവര് ഇലക്ഷൻ വരുമ്പോ ഇവര് ഒറ്റക്കെട്ട, ഇവരെല്ലാരും കൂടി ഒന്നിച്ച് പള്ളിന്ന് തീരുമാനിക്കും
ആർക്ക് വോട്ട് ചെയ്യണം. 2014 ഇവർ തീരുമാനിച്ചത് പിണറായി LDF വോട്ട് ചെയ്യണമെന്ന ആ വോയിസ് ഇപ്പോഴും വേണമെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കിട്ടും. കോൺഗ്രസ്സുകാരായ മുസ്ലിം വീടുകളിൽ പറയുകയാണ് പോയിട്ട് നമ്മുടെ രക്ഷ പിണറായി വിജയൻ LDF അന്ന് അവര് പറഞ്ഞു വന്നു. ഇന്നിപ്പോ അവര് തിരിച്ചു പറഞ്ഞിരിക്കുകയാണ്. ആരാണ്? ഇന്നിപ്പോ അവര് കോൺഗ്രസ് ആണ് അവരുടെ ഈ തീവ്രവാദികൾ എല്ലാവരും കൂടിയിരുന്ന് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ അവർക്ക് ഒന്നിക്കാം, ക്രിസ്ത്യാനികൾക്ക് ഒന്നിക്കാം, പക്ഷെ ഹിന്ദു ഒന്നിക്കാൻ പാടില്ല. സത്യത്തിൽ ഹിന്ദു ഒന്നിച്ചാൽ ഇവരൊന്നും ഒന്നുമല്ല എന്ന് ഹിന്ദുക്കൾ മനസ്സിലാക്കുക. ചില ജന്തുക്കളായ ഹിന്ദുക്കൾ അത് മനസ്സിലാക്കുന്നില്ല എന്നൊരൊറ്റ കുഴപ്പം കൊണ്ടാണ് ഇവർ ഇവിടെ മുതലെടുത്ത് ഇങ്ങനെ നടക്കുന്നത്. ഇപ്പൊ കേട്ടില്ലേ, ഞങ്ങൾ ഭരണം പിടിച്ചാൽ 10 കൊല്ലത്തെ നഷ്ടം ഞങ്ങൾ തിരിച്ചെടുക്കുന്നു. എന്താ ഇത്, തറവാട്ട് സ്വത്തോ? ഇങ്ങനെയൊക്കെ പൊതുവേദിയിൽ വന്ന് പ്രസംഗിക്കാൻ ഇതെന്താ തറവാട്ട് സ്വത്തോ? എല്ലാവരുടെയും സ്വത്തല്ലേ? ഇതെങ്ങനെ അവർക്ക് മാത്രമായിട്ട് ഉപയോഗിക്കാനുള്ള സാഹചര്യമായി മാറുന്നത്? അപ്പോ ഹിന്ദു മനസ്സിലാക്കണം, സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയും ഒന്നിക്കണം, എല്ലാ ഹിന്ദുക്കളും ഒന്നിക്കണം. ഒരു കാര്യം ഓർത്തോളണം, കേരളത്തിലെ വോട്ട് പേഴ്സന്റിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ഈഴവ വോട്ടാണ്. അത് ഇവിടുത്തെ എല്ലാവർക്കും അറിയാം, അത് വെള്ളാപ്പള്ളിക്കും അറിയാം. അത് കഴിഞ്ഞാലേ നായന്മാരുടെ വോട്ട് വരുന്നുള്ളൂ, NSSന്റെ ഉള്ളൂ. ഇത് രണ്ടും ഒന്നിക്കുമ്പോൾ തന്നെ വലിയൊരു പെർസെന്റേജ് വോട്ട് ഒന്നിച്ചു. ഇതാണ് അവരെ ഞെട്ടിക്കുന്ന വിഷയം, അല്ലാതെ ഇവിടെ വേറെ ഒന്നുമില്ല. അപ്പൊ കാത്തിരുന്ന് കാണേണ്ട ഒരു സംഭവമാണിത്. സർ, പക്ഷേ ഈ വെള്ളാപ്പള്ളിയുടെ ചില പരാമർശങ്ങൾ, അതായത് ഈ മലപ്പുറത്തെ കേന്ദ്രീകരിച്ചുള്ള ചില പരാമർശങ്ങളെ അതെങ്ങനെയാണ് സമൂഹം അംഗീകരിക്കേണ്ടത്? അതായത് ഒരു വിഭാഗത്തെ മാത്രം, ഇപ്പൊ അവിടെ പലതരത്തിലുള്ള ജനങ്ങൾ വസിക്കുന്ന ഒരു സ്ഥലമാകാം. പൊതുവെ ഈ മലപ്പുറത്തെ കുറിച്ച് പറയുമ്പോൾ എന്താണ് വെള്ളാപ്പള്ളിക്ക് ഇത്ര വല്ലാത്തൊരു പ്രശ്നം ഉണ്ടാകേണ്ടതിന്റെ കാര്യമുണ്ടോ? വെള്ളാപ്പള്ളിക്ക് പ്രത്യേകിച്ച് സംഭവം ഉണ്ടായതല്ല. അതായത് മലപ്പുറത്ത് വേറെ ഒരു മതത്തിന്റെ സ്ഥാപനങ്ങളും വരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇത് പറയാതെ എത്ര കാലം കണ്ടില്ലാതെ നടിക്കാൻ പറ്റും? മലപ്പുറത്ത് ഞാൻ മനസ്സിലാക്കുന്നത്, വയനാട്ടില് എന്താ സ്ഥലത്തിന്റെ പേര്, അവിടെ ഈ ട്രസ്റ്റിന്, അതായത് വെള്ളാപ്പള്ളിയുടെ ആ സംഘടനയ്ക്ക് ഒരു 25 ഏക്കർ സ്ഥലമുണ്ട്. അതിലൊരു കോളേജിന് അനുമതി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 10-20 കൊല്ലമായിട്ട് അയാൾ നടക്കുകയാണ്. ഇതുവരെ അനുമതി കൊടുത്തിട്ടില്ല. പക്ഷേ മറ്റുള്ളവർക്ക് എല്ലാ കൊല്ലവും എപ്പോഴും അപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുമ്പ് അപ്രൂവലാണ്. അപ്പോ ഒരു മനുഷ്യൻ എത്ര കാലം ഇത് സഹിക്കും? അപ്പൊ വിളിച്ചു പറയാതെ പറ്റില്ല. ഈ മലപ്പുറം ജില്ലയില് ഈ NSSനും അല്ലെങ്കിൽ SNDPക്കും എത്ര സ്ഥാപനങ്ങളുണ്ട്? അത് നമ്മൾ ആലോചിക്കണം, ചിന്തിക്കണം. അത് കാരണം അറിയാതെ വിളിച്ചു പറയുകയാണ്, അല്ലാതെ വേറെ അത് മതോ ഒന്നും വിചാരിച്ചിട്ടായിരിക്കില്ല ഈ വെള്ളാപ്പള്ളി ഇതൊക്കെ വിളിച്ചു പറയുന്നത്. പക്ഷെ അത് കൊള്ളുമ്പോ, ശരീരത്തിൽ ഏൽക്കുമ്പോ അവർക്ക് പൊള്ളും, സംശയമൊന്നും വേണ്ട. ഉള്ള കാര്യം വിളിച്ചു പറയുമ്പോ അത് കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കാനൊന്നും പറ്റില്ല. അതാണ് അവിടുത്തെ വിഷയം. അല്ലാതെ മുസ്ലിങ്ങളെ കുറ്റോ ഒന്നും ആരും പറഞ്ഞിട്ടില്ല. സത്യമാണ് വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. അത് കണ്ടിട്ട് ഇവർക്ക് എന്താ അത്ര പേടിക്കേണ്ട ആവശ്യം?